വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും ആർക്കാണ് റബ്ബിന്റെ സ്വർഗം? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നെറ്റിത്തടത്തിലെ കറുത്ത അടയാളം നോക്കിയിട്ടല്ല, മറ്റേതെങ്കിലും ജനങ്ങൾക്കിടയിലുള്ള സൽപ്പേരും സമ്പത്തും നോക്കിയിട്ടല്ല. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ മനസ്സുമായി ഹൃദയത്തിന്റെ തെളിമയുമായി അള്ളാനെ കണ്ടുമുട്ടുന്നവർ ആരാണോ അവർക്കാണ് റബ്ബിന്റെ സ്വർഗം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനെ പഠിപ്പിച്ചു, എന്താണ് ആ ഹൃദയത്തിന്റെ ലക്ഷണം? എന്റെയും നിങ്ങളുടെയും ഹൃദയം അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നതാണോ എന്നറിയാൻ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു. എന്താണ് ആ ഹൃദയത്തിന്റെ ലക്ഷണം? ആ തിരുദൂതൻ ഓർമ്മപ്പെടുത്തുന്നു, ആ ഹൃദയം എപ്പോഴും പരിശുദ്ധമായിരിക്കും. ഒരാളോടും പറഞ്ഞതിന്റെ പേരിൽ ആ മനസ്സ് സങ്കടപ്പെടില്ല. ഒരാളുടേതും കവർന്നെടുത്തതിന്റെ പേരിൽ അവൻ ഒറ്റക്കിരുന്ന് കരയേണ്ടി വരില്ല. ഒരു മോശം കണ്ടുപോയതിന്റെ പേരിൽ, കേട്ടുപോയതിന്റെ പേരിൽ അവന്റെ നെഞ്ചകം സങ്കടം കൊണ്ട് വീർപ്പുമുട്ടില്ല. ഏത് സമയത്തും അത് പരിശുദ്ധമായിരിക്കും. നാട്ടിലാണെങ്കിലും അന്യദേശത്താണെങ്കിലും യാത്രയിലാണെങ്കിലും ഇരുട്ടുള്ള റൂമിലാണെങ്കിലും അവന്റെ ഹൃദയം ഏത് സെക്കൻഡും പരിശുദ്ധമായിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ, ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ലക്ഷ്യം പരലോകമാണെങ്കിൽ ഐശ്വര്യം അവന്റെ ഹൃദയത്തിൽ അല്ലാഹ് ഇട്ടുകൊടുക്കും. ഒരു വിശ്വാസിയുടെ ലക്ഷ്യം അള്ളാന്റെ പരലോകമാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം അല്ലാഹ് ഇട്ടുകൊടുക്കും. പിന്നെ കിട്ടുന്നതിലൊന്നും അവന് തൃപ്തിക്കുറവുണ്ടാവൂല. ഓന്റെ ഓരോ നിമിഷത്തിന്റെ പേരിലും അവൻ ബേജാറാവൂല. അവന്റെ ഹൃദയത്തിൽ ആ ഐശ്വര്യം അല്ലാഹ് നിക്ഷേപിക്കും. മാത്രമല്ല അവന്റെ ചിന്ത ഏകാഗ്രമായിരിക്കും. അവന്റെ ചിന്ത കൈവിട്ടു പോകില്ല. അല്ലാഹ് നിരക്കാത്തതും അല്ലാഹ് ഇഷ്ടപ്പെടാത്തതിന്റെ പിന്നാലെയും അവന്റെ ഹൃദയം, അവന്റെ ചിന്തകൾ പോകില്ല. അങ്ങനെയുള്ള അവന്റെ ജീവിതത്തിൽ അള്ളാഹു നല്ല സമ്പത്തുകളെ അവനോട് കൂട്ടിച്ചേർക്കും. അഥവാ ഒരു മനുഷ്യൻ അള്ളാന്റെ പരലോകം സ്വപ്നം കാണുന്നവനാണെങ്കിൽ അവന് ഐശ്വര്യം അള്ളാഹ് എത്തിച്ചു കൊടുക്കും. അവന്റെ സമ്പത്തിൽ അള്ളാഹ് ഐശ്വര്യം ഉണ്ടാക്കും. ഒരാളുടെയും സങ്കടമില്ലാത്ത പണം അവനോട് റബ്ബ് ചേർക്കും. അവന്റെ ചിന്തകളും കാഴ്ചകളും അള്ളാഹ് ഏകാഗ്രമാക്കും.